Today, my friends, ഇന്ന് എൻ്റെ പ്രിയ സ്നേഹിതന്മാരെ, I want to talk about the bitter heart of man. മനുഷ്യന്റെ ദുഃഖപൂർണമായ ഹൃദയത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് സംസാരിക്കട്ടെ. The bitter heart of man. മനുഷ്യന്റെ ദുഃഖപൂർണമായ ഹൃദയം. Bitterness spoils the heart. കയ്പ് അല്ലെങ്കിൽ ദുഃഖം ഒരു മനുഷ്യന്റെ ഹൃദയത്തെ നശിപ്പിക്കുന്നു. Proverbs 14:10 says, സദൃശ്യവാക്യം 14:10 പറയുന്നു, each heart knows its own bitterness. ഓരോ ഹൃദയവും സ്വന്തം ദുഃഖത്തെ അറിയുന്നു. No one else can know that bitterness. മറ്റാർക്കും ആ ദുഃഖത്തെ തിരിച്ചറിയുവാൻ സാധിക്കുകയില്ല. Each heart carries it. ഓരോ ഹൃദയവും ആ ദുഃഖഭാരം വഹിക്കുന്നു. It spoils the heart. അത് ഹൃദയത്തെ നശിപ്പിക്കുന്നു. It makes you weak. അത് നിങ്ങളെ ബലഹീനരാക്കി മാറ്റുന്നു. There was a successful businessman, ഒരിടത്ത് ബിസിനസ്സിൽ വിജയം വരിച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു. and suddenly a mother came crying and brought her young son to him and said, please give him a ഒരു ദിവസം job. ഒരു അമ്മ കരഞ്ഞുകൊണ്ട് തന്റെ ഇളയ മകനെ അദ്ദേഹത്തിന്റെ അരികിൽ കൊണ്ടുവന്നു. ദയവായി ഇവനൊരു ജോലി നൽകണമേ എന്ന് അദ്ദേഹത്തോട് Sir, പറഞ്ഞു. somehow please take care of his future. സർ, ദയവായി ഇവന്റെ ഭാവിയെക്കുറിച്ച് അങ്ങ് കരുതണമേ, ഇവനൊരു ജോലി നൽകണമേ. This man took that boy under his wing, ഈ മനുഷ്യൻ ആ മകനെ സ്വീകരിച്ചു. gave him a job, അവന് നല്ലൊരു ജോലി നൽകി. trained him personally, വ്യക്തിപരമായി അവനെ പരിശീലിപ്പിച്ചു. guided him and mentored him, അവന് മാർഗനിർദ്ദേശം നൽകി, ആലോചന പറഞ്ഞുകൊടുത്തു. and made him rise up. ഉയർച്ച പ്രാപിക്കുവാൻ അവനെ പ്രാപ്തനാക്കി. Rise up in the company. കമ്പനിയിൽ ഉയർച്ച നേടുവാൻ. And then one day, പിന്നീട് ഒരു ദിവസം he gave him the responsibility of starting a branch in another country. മറ്റൊരു രാജ്യത്ത് ഒരു ബ്രാഞ്ച് തുടങ്ങുവാനുള്ള ഉത്തരവാദിത്തം ആ മനുഷ്യൻ അവനെ ഏൽപ്പിച്ചു. And he trusted him to establish everything. അദ്ദേഹം അവനിൽ വിശ്വാസം അർപ്പിച്ചു. അവൻ അവിടെ ബ്രാഞ്ച് സ്ഥാപിക്കുമെന്ന് അയാൾ കരുതി. But this boy, എന്നാൽ ഈ യുവാവ്, after rising up to such a high, അവൻ അത്രമാത്രം ഉയർച്ച പ്രാപിച്ചതിന് ശേഷം, after receiving the trust of his master തന്റെ യജമാനന്റെ വിശ്വാസം പിടിച്ചു പറ്റിയതിനു ശേഷം, and great responsibility, ആ വലിയ ഉത്തരവാദിത്തം ഏറ്റെടുത്തതിന് ശേഷം, he betrayed his master. അവൻ തന്റെ യജമാനനെ വഞ്ചിച്ചു. And he spoke to all the staff and the finance head. എല്ലാ ജീവനക്കാരോടും സംസാരിച്ചു, എല്ലാവരെയും തന്റെ വശത്താക്കി. And he turned against his boss അവൻ അവരെ എല്ലാവരെയും തന്റെ യജമാനനെതിരാക്കി. and took the company from him. യജമാനനിൽ നിന്ന് ആ കമ്പനി പിടിച്ചെടുത്തു. Took and squandered all the money. എല്ലാ പണവും അവൻ തട്ടിയെടുത്തു. And he ran away. അവൻ അവിടെ നിന്ന് ഓടിപ്പോയി. His boss was left with nothing അവന്റെ യജമാനൻ ഒന്നുമില്ലാത്തവനായി തീർന്നു. after he gave everything to him. സകലതും അവന് നൽകിയതിന് ശേഷം How much his heart would have ആ suffered. യജമാനന്റെ ഹൃദയം എത്രമാത്രം വേദനിച്ചിരിക്കും. This is what happens in this world. ഇതാണ് ഈ ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. Even though we give our best, നമ്മൾ ഏറ്റവും ഉത്തമമായത് നൽകുന്നുവെങ്കിലും we do not get back that same love. പലപ്പോഴും അതേ സ്നേഹം നമുക്ക് തിരികെ ലഭിക്കുന്നില്ല. We do not get back help. നമുക്ക് സഹായം തിരികെ ലഭിക്കുന്നില്ല. We do not get back trust. പലപ്പോഴും നമുക്ക് വിശ്വാസം തിരികെ ലഭിക്കുന്നില്ല. And we are left in bitterness. പലപ്പോഴും നമ്മൾ വഞ്ചിക്കപ്പെടുന്നു, കൈവിടപ്പെട്ടവരാകുന്നു. He will turn your bitterness away. ദൈവം നിങ്ങളുടെ മനോവ്യസനത്തെ എടുത്തു മാറ്റും. He will bring love from all sides ദൈവം സകല ഭാഗത്തു നിന്നും നിങ്ങൾക്ക് സ്നേഹം പകർന്നു തരും. and place your love upon him. യേശു നിങ്ങളുടെ സ്നേഹം തന്റെ മേൽ പകരുകയും ചെയ്യും. He will teach your heart to love Jesus alone. യേശുവിനെ മാത്രം സ്നേഹിക്കുവാൻ യേശു നിങ്ങളുടെ ഹൃദയത്തെ പഠിപ്പിക്കും. Everything will flow from ആ there. ഹൃദയത്തിൽ നിന്ന് സകല നന്മകളും ഒഴുകി വരും. Today we are going to receive a heart full of love for Jesus. ഇന്ന് യേശുവിനോടുള്ള സ്നേഹത്താൽ നിറഞ്ഞൊരു ഹൃദയം നമ്മൾ സ്വന്തമാക്കുവാൻ പോകുന്നു. And his love is going to fill our heart. യേശുവിന്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തെ നിറയ്ക്കുവാൻ പോകുന്നു. And we are going to forget